APS A to Z PSC ട്രിക്സിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് SCRT മാത്സ് 9ാം ക്ലാസ്സിലെ സ്തംഭങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ഫാക്ട്സും നമുക്ക് പരിചയപ്പെടാം. സ്തംഭങ്ങൾ പലതരം സ്തംഭങ്ങളുണ്ട്. ത്രികോണ സ്തംഭമുണ്ട്, വൃത്തസ്തംഭമുണ്ട്, ചതുരസ്തംഭമുണ്ട്, സമചതുര സ്തംഭം അതായത് ക്യൂബ്. അതുപോലെ നമുക്ക് ഒത്തിരി അധികം സ്തംഭങ്ങൾ കാണാൻ പറ്റും. ഈ സ്തംഭങ്ങൾക്ക് പേര് കൊടുക്കുന്നത് അതിന്റെ പാദമുഖത്തിന്റെ ആകൃതിക്കനുസരിച്ചാണ്. അതായത് നമ്മളിപ്പോ ഒരു പേസ്റ്റിന്റെ ഒരു കവർ എടുക്കുക എന്ന് വിചാരിക്കും. പേസ്റ്റിന്റെ കവറിന് നമ്മൾ ആ തുറക്കുന്ന ഭാഗമില്ല, ആ തുറക്കുന്ന ഭാഗങ്ങൾ അത് കുത്തനെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നമ്മൾ തുറക്കും അല്ലെ. അതായത് അതാണ് പാദമുഖം. പാദമുഖം ഇവിടെ എന്തായിരിക്കും? ഒരു ചതുരായിരിക്കും അല്ലെ. അതുകൊണ്ട് അതിനെ ചതുര സ്തംഭം എന്ന് പറയും. ബാക്കിയുള്ള നീളത്തിലുള്ള സൈഡില്ലേ, അതാണ് അതിന്റെ പാർശ്വമുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പാദമുഖമുണ്ട്, പാർശ്വമുഖമുണ്ട്. ഈ ചിത്രത്തിൽ തന്നെ നോക്കിയാൽ കാണും, ഒന്നാമത്തത് ത്രികോണാണ് അല്ലെ. മുകളിലും താഴെയും ത്രികോണല്ലേ വരുന്നത്. ബാക്കി അതിന്റെ ചുറ്റും ചതുരം. അപ്പോൾ മുകളിലും താഴെയും ത്രികോണം, അതായത് പാദമുഖം ത്രികോണമാണ്. അതുകൊണ്ട് അതിനെ ത്രികോണ സ്തംഭം എന്ന് പറയുന്നത് കേട്ടോ. പാർശ്വമുഖങ്ങളൊക്കെ ചതുരാണ്. പാർശ്വമുഖങ്ങൾ എപ്പോഴും ചതുരായിരിക്കും, അത് ഓർമ്മിക്കുക. ഭൂരിഭാഗം സ്തംഭങ്ങളുടെ പാർശ്വമുഖങ്ങളും എന്തായിരിക്കും? ചതുരമായിരിക്കും അല്ലെ. ചതുരം അല്ലെങ്കിൽ സമചതുരം, ആ ഒരു രീതിയിലാണ് ഉണ്ടാകുക. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആവശ്യം. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് ഫാക്ട് നമുക്ക് പരിചയപ്പെടാം. ഏത് ബഹുഭുജ സ്തംഭത്തിന്റെയും വ്യാപ്തം. ബഹുഭുജ സ്തംഭം എന്ന് പറയുന്നത് മെയിനായിട്ട് കോമൺ ആയിട്ട് പറഞ്ഞു കേട്ടോ. ത്രികോണ സ്തംഭം, വൃത്തസ്തംഭം, ചതുരസ്തംഭം, സമചതുര സ്തംഭം, കുറെ അധികം സ്തംഭങ്ങളുണ്ട് അല്ലെ. അങ്ങനെ വരുന്ന ഏത് സ്തംഭത്തിന്റെയും വ്യാപ്തം പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. പാദപരപ്പളവ് എന്ന് പറയുന്നത് പാദം അല്ലെ. പാദം ഏത് ഷേപ്പാണോ അതിനനുസരിച്ചാണ് സ്തംഭത്തിന് പേര് കൊടുക്കുക. പാദം ത്രികോണാണെങ്കിൽ ത്രികോണ സ്തംഭം, പാദം ചതുരാണെങ്കിൽ ചതുരസ്തംഭം, പാദം സമചതുരാണെങ്കിൽ സമചതുര സ്തംഭം, പാദം വൃത്താണെങ്കിൽ വൃത്തസ്തംഭം. അപ്പൊ ഇവിടെ ഏതായിക്കോട്ടെ ആ ഷേപ്പിന്റെ പാദം ഏത് ഷേപ്പാണോ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക, അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഇൻറ്റു അതിന്റെ ഹൈറ്റ് ഉണ്ടാവുമല്ലോ. സ്തംഭമാകുമ്പോൾ കുറച്ച് ഹൈറ്റിലായിരിക്കും അല്ലെ. 3D ഫിഗർ ആയിരിക്കും. അപ്പൊ അതിന്റെ ഹൈറ്റ് ഉണ്ടാവും. ഹൈറ്റും കൂടി ഗുണിച്ചാൽ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? ഉള്ളളവ് അല്ലെ. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് എത്ര ലിറ്റർ വെള്ളം കൊള്ളും, എത്ര മണ്ണ് നമുക്ക് അതിൽ നിറക്കാൻ പറ്റുന്നൊക്കെ. അതിന്റെ ഉള്ളളവാണ് വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇവിടെ നമുക്ക് ഏത് കണ്ടുപിടിക്കണം? പാദപരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ജലസംഭരണിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, എത്ര ലിറ്റർ എന്നാണ്. അപ്പൊ അവിടെ ഏതാ കണ്ടുപിടിക്കേണ്ടത്? വ്യാപ്താണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഈ ഷേപ്പ് ഏതാണെന്ന് നമുക്ക് ഒന്ന് തിരിച്ചു വെക്കുക, അതിനൊന്ന് ചെരിച്ചു വെക്കുക. അപ്പൊ ചെരിച്ചു വെച്ചതാണ് ഈ സെക്കൻഡ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഏതാണ് ഷേപ്പ്? ഈ മാർക്ക് ചെയ്തത് ഏതാണ്? ലംബാണ് അല്ലെ. സമപാർശ്വ ലംബാണ്. അപ്പൊ ഈ ലംബത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ. എങ്ങനെയാണ്? ലംബകത്തിന്റെ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു A + B ഇൻറ്റു H. A + B എന്ന് പറയുന്നത് സമാന്തര വശങ്ങളുടെ തുക ഇൻറ്റു H അല്ലെങ്കിൽ ഇൻറ്റു H എന്ന് പറയുന്നത് അതും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള ഹൈറ്റ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? സമപാർശ്വ ലംബത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. ലംബത്തിന്റെ പരപ്പളവ് ഹാഫ് ഇൻറ്റു A + B ഇൻറ്റു H. A + B എന്ന് പറയുന്നത് സമാന്തര വശങ്ങൾ. അപ്പൊ ഇവിടെ എത്രയാ സമാന്തര വശങ്ങളുടെ ലെങ്ത്? സമാന്തര വശങ്ങൾ 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ. 2 മീറ്റർ. അടുത്തത് 1.4 മീറ്റർ. 1.4 മീറ്റർ. അപ്പൊ 2 + 1.4 ഇൻറ്റു H. ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 0.4 തന്നിട്ടുണ്ട് അല്ലെ. 0.4 എന്ന് തന്നിട്ടുണ്ട്. 0.4. ഇതൊന്നും ഗുണിക്കുക. അപ്പൊ എത്രയാ വരിക? 1/2 ഇൻറ്റു 2 + 1.4 3.4 എന്ന് വരും അല്ലെ. 3.4 ഇൻറ്റു 0.4. ഇത് ഗുണിച്ച് നോക്കുക. ഗുണിച്ചാൽ നമുക്ക് കിട്ടും 0.68 സെന്റിമീറ്റർ ആണ് അല്ലെ. ഓരോന്ന് മീറ്റർ ആണ്. അപ്പൊ മീറ്റർ സ്ക്വയർ, ചതുരശ്ര മീറ്റർ അല്ലെ. മീറ്റർ സ്ക്വയർ ലംബകത്തിന്റെ പരപ്പളവ്. അപ്പൊ ലംബകത്തിന്റെ പരപ്പളവ് കിട്ടി. നമുക്ക് വ്യാപ്തല്ലേ കണ്ടുപിടിക്കേണ്ടത്. വ്യാപ്തം എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പാണോ, അതായത് പാദമുഖം ഏതാണോ അതിന്റെ പരപ്പളവ്. പാദമുഖം ഇവിടെ ലംബകാണ്. അപ്പൊ ലംബകത്തിന്റെ പരപ്പളവ് 0.68 ഇൻറ്റു ഹൈറ്റ്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? അതായത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ. ഹൈറ്റ് എത്രയാണ്? 0.7 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 0.7 മീറ്റർ ഇൻറ്റു 0.7. ഇത് ഗുണിച്ചാൽ എത്രയാ വരിക? ഗുണിച്ചാൽ 0.476 ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തം കിട്ടി. മീറ്റർ ക്യൂബിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മീറ്റർ ആണ് വേണ്ടതല്ല അല്ലെ. എത്ര ലിറ്റർ വെള്ളം കൊണ്ടെന്നാണ്. അപ്പൊ വ്യാപ്തം കിട്ടി 0.476 മീറ്റർ ക്യൂബ്, അതായത് ഘനമീറ്റർ.
അപ്പൊ എങ്ങനെയാണ് ലിറ്ററിലേക്ക് മാറ്റുക? അതായത് 1 ഘനമീറ്റർ 1 ഘനമീറ്റർ സമം 1000 ലിറ്റർ ആണ്. 1000 ലിറ്റർ. 1 ഘനമീറ്റർ സമം 1000 ലിറ്റർ. അപ്പൊ നമുക്കിവിടെ എത്ര ഘനമീറ്റർ ആണ് വേണ്ടത്? 0.476 ഘനമീറ്റർ എത്ര ലിറ്റർ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? പൂജ്യം 0.476 ഘനമീറ്റർ സമം 0.476 ഇൻറ്റു 1000 ലിറ്റർ. അപ്പൊ ഇത് ഗുണിച്ചാൽ എത്ര വരിക? 476 ലിറ്റർ ആണ് വരിക. അപ്പൊ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 476 ലിറ്റർ വെള്ളം കൊള്ളും. ആ ജലസംഭരണിയിൽ 476 ലിറ്റർ വെള്ളം കൊള്ളും. ക്ലിയർ അല്ലേ ഇത്? അപ്പോ ഏത് സ്തംഭാണെങ്കിലും അതിന്റെ പാദം നോക്കുക. ആ പാദമുഖത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. പാദമുഖം ഏത് ഷേപ്പാണെന്ന് നോക്കുക, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ആ പരപ്പളവിനെ ആ സ്തംഭത്തിന്റെ ഉയരം ഉണ്ടാവുമല്ലോ, ഉയരം കൊണ്ട് ഗുണിച്ചാലാണ് വ്യാപ്തം കിട്ടുന്നത്. വ്യാപ്തം ഒന്നുകിൽ വ്യാപ്തം അത്രയും അത് തന്നെ ആ യൂണിറ്റ് തന്നെ. ഇതേപോലെ ക്വസ്റ്റ്യൻ ലിറ്ററിലേക്കാണെങ്കിൽ അത് ലിറ്ററിലേക്കും കൂടി കൺവേർട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 15 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമാണ്. അതിന്റെ വ്യാപ്തം. അതായത് ഇതിന്റെ പാദമുഖങ്ങൾ സമഭുജ ത്രികോണമാണ് അല്ലെ. സമഭുജ ത്രികോണത്തിന്റെ പാദ ചുറ്റളവ് 15, അതായത് ചുറ്റളവ് 15. ഒരു വശം എത്രയായിരിക്കും? 3 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ. അതായത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഓരോ വശവും 5 സെന്റിമീറ്റർ ആണ്. പിന്നെന്താണ്? ഉയരം 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഉയരം 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വ്യാപ്തം. അപ്പൊ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം പാദ ഏത് രൂപമാണെന്ന് നോക്കുക, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ഇവിടെ ത്രികോണാണ്, സമഭുജ ത്രികോണാണ്. അപ്പൊ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇക്വേഷൻ അറിയാം അല്ലെ. √3a²/4 ആണ്. √3a²/4 ദാറ്റ് ഈസ് √3 ഇൻറ്റു a എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 5 ആണ് അല്ലെ. 5²/4 കിട്ടിയല്ലേ? പരപ്പളവ് കിട്ടി. അങ്ങനെയാണ് നമുക്ക് വ്യാപ്തം കണ്ടുപിടിച്ചൂടെ? വ്യാപ്തം എന്ന് പറയുന്നത് പാദ പരപ്പളവ്. പാദം ഇവിടെ സമഭുജ ത്രികോണാണ്, അതിന്റെ പരപ്പളവ് √3 ഇൻറ്റു 5²/4 ഇൻറ്റു അതിന്റെ ഹൈറ്റ് ഇവിടെ എത്രയാണ്? 5 ആണ് ഹൈറ്റ്. അപ്പോൾ 5 5 25 ഇൻറ്റു 5 125 എന്ന് വരും അല്ലെ. 125 √3/4 125/√3/4 ഇത്രയും സെന്റിമീറ്റർ ക്യൂബ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. √3ന്റെ വാല്യൂ 1.73 ആണ് /4. അപ്പൊ അത് ഗുണിക്കുക. അതായത് 125 ഗുണിക്കണം 1.73/4. ഇത് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുക 54.06 ഇത്രയും സെന്റിമീറ്റർ ക്യൂബ്. ഇപ്പൊ √3ന്റെ വാല്യൂ ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും കേട്ടോ. √3 ഇത്രയാണ്, അല്ലെങ്കിൽ ഇത്ര വരെ ആൻസർ ഉണ്ടാവുള്ളൂ. 125 √3/4 അത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഴവെള്ളം ശേഖരിക്കാനായി സ്കൂൾ മുറ്റത്ത് സമഷഡ്ഭുജാകൃതിയിൽ, സമഷഡ്ഭുജം എന്ന് പറയുമ്പോൾ 6 വശമുള്ള രൂപം കേട്ടോ. സമഷഡ്ഭുജാകൃതിയിൽ ഒരു കുഴിയുണ്ട്. ഇതിന്റെ ഒരു വശം 2 മീറ്ററും കുഴിയുടെ ആഴം 3 മീറ്ററുമാണ്. ഇതിൽ 1 മീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. അത് എത്ര ലിറ്റർ ആണ്? അപ്പൊ ഇവിടെ ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ 6 വശമുള്ള രൂപം. സമഷഡ്ഭുജം എന്ന് പറയുമ്പോൾ 6 വശവും തുല്യമായിട്ട് വരുന്ന രൂപം. അപ്പൊ അത് എത്രയാണ്? അതിന്റെ ഓരോ വശവും 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ സമഷഡ്ഭുജത്തിന്റെ ഓരോ വശവും 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? കുഴിയുടെ ആഴം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? കുഴിയുടെ ആഴം 3 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ 1 മീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. അതായത് ഏകദേശം 1 മീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 മീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്ര ലിറ്റർ ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വെള്ളത്തിന്റെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്ര ലിറ്റർ? വ്യാപ്തം കണ്ടുപിടിക്കുക, അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? വ്യാപ്തം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ പാദമുഖം സമഷഡ്ഭുജാണ് അല്ലെ. സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. ആ പാദ പരപ്പളവ് ഇൻറ്റു ഉയരമാണ് അല്ലെ. അപ്പൊ പാദം സമഷഡ്ഭുജാണ്, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. സമഷഡ്ഭുജ ആയതുകൊണ്ട് നമുക്ക് പരപ്പളവ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ഈ സമഷഡ്ഭുജത്തിനൊക്കെ ഞാൻ ത്രികോണാക്കി മാറ്റുക. എത്ര ത്രികോണം കിട്ടും നമുക്ക്? 6 ത്രികോണം കിട്ടും അല്ലെ. 6 ത്രികോണം കിട്ടും. ഈ 6 ത്രികോണവും എന്തായിരിക്കും? സമഭുജ ത്രികോണങ്ങളായിരിക്കും. അതായത് എല്ലാ വശവും 2 ആയിരിക്കും. സമഭുജ ത്രികോണങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക, അതിനെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം.
സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് സമം 6 ഗുണിക്കണം ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെ. ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. √3a²/4 ആണ്. is equal to 6 into √3 into ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. 2²/4. 2² എത്രയാണ്? 4 ആണ്. അപ്പൊ 4 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 6√3 അത്രയും മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പരപ്പളവാണ് മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെള്ളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാം അല്ലെ. വെള്ളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് പാദപരപ്പളവ്. പാദം ഇവിടെ സമഷഡ്ഭുജാണ്. അപ്പൊ അതിന്റെ പരപ്പളവ് പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണ്. ഉയരം 3 ആണ് എടുക്കേണ്ടത്. 3 അല്ല അല്ലെ. 3 ആ കുഴിയുടെ ഉയരമാണ് 3. പക്ഷെ നമുക്കിവിടെ വെള്ളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ടത്. വെള്ളം എത്രയാണ്? 1 മീറ്റർ ഉയരത്തിലാണുള്ളത്. അപ്പോൾ 6√3 into 1 6√3 അത്രയും മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. നമുക്ക് മീറ്റർ ക്യൂബിലാണോ വേണ്ടത്? അല്ല അല്ലെ. എത്ര ലിറ്റർ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനെങ്ങനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം? എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ ഇസ് ഈക്വൽ ടു 6 ഗുണിക്കണം √3ന്റെ വാല്യൂ 1.73 ആട്ടോ. അത് നിങ്ങൾക്ക് ഓപ്ഷനിൽ തരും. ഓപ്ഷൻ അല്ല, ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ തരും. √3ന്റെ വാല്യൂ 1.73 into 1000 ഗുണിച്ചാൽ നമുക്ക് കിട്ടുക 10,380 ലിറ്റർ വെള്ളമാണ്. 10,380 ലിറ്റർ വെള്ളം. എത്ര ഹൈറ്റിൽ വെള്ളമുണ്ട്? അതായത് വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 10,380 ലിറ്റർ വെള്ളമാണുള്ളത്. 10,380 ലിറ്റർ വെള്ളം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്തംഭാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ പാദം വശങ്ങളെല്ലാം 16 സെന്റിമീറ്റർ ആയ സമചതുരമാണ്. അതായത് ഇത് 16 സെന്റിമീറ്റർ ആണ് അല്ലെ. പാദം 16 സെന്റിമീറ്റർ, തൊട്ട് താഴെയും 16 തന്നെയാണ് കേട്ടോ. അതായത് എല്ലാ വശങ്ങളും 16 സെന്റിമീറ്റർ ആയ സമചതുരമാണ്. പാത്രത്തിൽ 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു ഇത്ര 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ഇതിൽ വക്കുകളെല്ലാം 8 സെന്റിമീറ്റർ ആയ സമചതുരക്കട്ട. ഒരു സമചതുരക്കട്ടയുണ്ട്. ഈ സമചതുരക്കട്ട ഇതിൽ മുക്കി വെക്കുക. അപ്പൊ മുക്കുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് എന്താകും? വെള്ളത്തിന്റെ അളവ് ഉയരും അല്ലെ. വെള്ളത്തിന്റെ അളവ് കുറച്ച് ഉയരും. ആ സമചതുരക്കട്ടയുടെ വ്യാപ്തത്തിന് കണക്കായിട്ട് വെള്ളത്തിന്റെ അളവ് ഉയരുമല്ലോ. വെള്ളത്തിന്റെ നിരപ്പ് എത്ര സെന്റിമീറ്റർ ഉയരും? അതായത് ഇതിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഹൈറ്റ് എത്ര ഉയർന്നിട്ടുണ്ട്? ഈ h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അതായത് ഒരു സമചതുരക്കട്ടയുണ്ട്, 16 സെന്റിമീറ്റർ, പാദത്തിന്റെ ഒരു വശം 16 സെന്റിമീറ്റർ ആയ ഒരു വലിയൊരു സമചതുരക്കട്ട, അതിൽ 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ വേറൊരു സമചതുരക്കട്ട മുക്കി വെക്കുക. സമചതുരക്കട്ട മുക്കി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? വെള്ളത്തിന്റെ നിരപ്പ് കുറച്ച് ഉയരും അല്ലെ. വെള്ളം കുറച്ചും കൂടി ഉയരും. ആ സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയാണോ, ആ കുഞ്ഞു സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയാണോ അതിന് കണക്കായിട്ട് വെള്ളം ഉയരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എത്ര ഉയരത്തിൽ വെള്ളം ഉയർന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് അല്ലെ. ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹൈറ്റ് അതായത് ഈ ഉയർന്ന വെള്ളത്തിന്റെ അളവും ഈ കുഞ്ഞു സമചതുരക്കട്ടയുടെ വ്യാപ്തവും തുല്യമായിരിക്കുമല്ലോ. അപ്പൊ ചെറിയ സമചതുരക്കട്ടയുടെ വ്യാപ്തവും ഉയർന്ന വെള്ളത്തിന്റെ വ്യാപ്തവും തുല്യമായിരിക്കും. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ചെറിയ സമചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാം. ചെറിയ സമചതുരക്കട്ടയുടെ വ്യാപ്തം. അപ്പൊ ചെറിയ സമചതുരക്കട്ട അതിന്റെ പാദപരപ്പളവ്. പാദം ഇവിടെ ഏതാണ്? സമചതുരക്കട്ടയാണ് അല്ലെ. സമചതുരക്കട്ട എന്ന് പറയുമ്പോൾ പാദം സമചതുരായിരിക്കും. അപ്പോ ഇവിടെ പാദപരപ്പളവ് എന്ന് പറയുന്നത് സമചതുരത്തിന്റെ പരപ്പളവ് 8 ഗുണിക്കണം 8. 8 64 എഴുതണ്ട കേട്ടോ. 8 സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് എന്നാൽ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ വ്യാപ്തം, ചെറിയ സമചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിച്ചൂടെ? വ്യാപ്തം എന്ന് പറയുന്നത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. പാദപരപ്പളവ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ സമചതുരക്കട്ടയാണ്. അതായത് അതിന്റെ ഉയരവും പാദത്തിന്റെ നീളവും ഉയരവും ഒക്കെ സെയിം ആണ്. അതാണ് സമചതുരക്കട്ട. അപ്പൊ ഇവിടെ ഹൈറ്റും എത്ര തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. അതായത് വ്യാപ്തം 8 ക്യൂബ് എന്ന് കിട്ടി. വ്യാപ്തം 8 ക്യൂബ്. ഇനി നമുക്ക് വെള്ളം ഉയർന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വെള്ളം h ഹൈറ്റിൽ ഉയർന്നു. ആ വെള്ളത്തിന്റെ വ്യാപ്തം എഴുതിക്കൂടെ? ഉയർന്ന ജലത്തിന്റെ വ്യാപ്തം. ഉയർന്ന ജലം എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പിലായിരിക്കും? അതായത് സ്തംഭാകൃതിയിൽ, അതായത് സമചതുര സ്തംഭമാണ് അല്ലെ. ആ സമചതുര സ്തംഭത്തിലാണ് ഉയർന്നിരിക്കുന്നത്. അപ്പൊ ആ സമചതുര സ്തംഭത്തിന്റെ വ്യാപ്തം മൊത്തം വേണ്ട, ആ വെള്ളം, അതായത് ഈ ഇത്ര ഒരു പോർഷന്റെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഏകദേശം ഏത് ഷേപ്പാണ്? സമചതുര സ്തംഭത്തിന്റെ ഷേപ്പാണ് അല്ലെ. സമചതുര സ്തംഭത്തിന്റെ ഷേപ്പ്. അതിപ്പോ നമുക്ക് ഇതിന്റെ വ്യാപ്തം കണ്ടുപിടിച്ചോളൂ. ഇതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? സമചതുര സ്തംഭത്തിന്റെ വ്യാപ്തം ആ ഒരു ഇതിൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഉയർന്ന വെള്ളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാം. അതിന്റെ പാദപരപ്പളവ്. പാദം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വന്നിട്ടുണ്ട്? ആ വലിയ സമചതുര സ്തംഭം. ആ സമചതുര സ്തംഭത്തിന്റെ അതേ പാദം തന്നെയാണ് ഇതിനുണ്ടാവുക. അതായത് 16 സെന്റിമീറ്റർ സമചതുരമാണ്. അപ്പൊ അതിന്റെ പാദപരപ്പളവ് എന്ന് പറയുന്നത് 16 ഗുണിക്കണം 16 ആയിരിക്കും അല്ലെ. പാദപരപ്പളവ് ഇൻറ്റു ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് h തന്നെ എടുക്കാം.
അപ്പൊ ഇവിടെ ഏത് രണ്ടും ഈക്വൽ ആയിരിക്കും? അതായത് ആ ചെറിയ സമചതുര കട്ടയുടെ വ്യാപ്തം ഉയർന്ന വെള്ളത്തിന്റെ വ്യാപ്തവും ഈക്വൽ ആയിരിക്കും. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. 16 × h സമം 8 ക്യൂബ്. അപ്പൊ ഇവിടുന്ന് h സമം 8 ക്യൂബ് ബൈ 16 × 16. 8 ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8 × 8 × 8 ബൈ 16 × 16. സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് 1 8 8 2 8 16 എന്ന് എഴുതാം. 1 8 2 8 16. ഈ 2 4 വരും, ഈ 2 2 വരും. അപ്പൊ h എത്രയാണ്? 2. എത്ര സെന്റിമീറ്റർ ആണ് ഉയർന്നതിന്? 2 സെന്റിമീറ്റർ ആണ് ഉയർന്നത്. 2 സെന്റിമീറ്റർ ആണ് വെള്ളം ഉയർന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നാൽ മതി. അതായത് ഒരു വലിയൊരു സമചതുര സ്തംഭം തന്നിട്ടുണ്ട് അല്ലെ? സമചതുര സ്തംഭമാണ്. സ്തംഭം എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റ് വ്യത്യാസമായിരിക്കും കേട്ടോ. സമചതുരം, പാദം സമചതുരാണ്, ഹൈറ്റ് വ്യത്യാസമാണ്. ഇനി സമചതുര കട്ടയാണെങ്കിൽ പാദവും അതിന്റെ ഹൈറ്റും ഒക്കെ സെയിം ആണ്. സമചതുര കട്ട, സമചതുര സ്തംഭവും സമചതുര കട്ടയും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു സമചതുര കട്ടയാണ്. ആ കുറച്ച് വെള്ളമുണ്ട്, അതായത് 10 സെന്റിമീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ മുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വെള്ളം കുറച്ചും കൂടി പൊങ്ങുമല്ലേ? അപ്പൊ എത്ര പൊങ്ങി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പൊങ്ങിയത് ഏതിന് കണക്കായിട്ടായിരിക്കും? ആ ചെറിയ സമചതുര കട്ടയുടെ വ്യാപ്തത്തിന് കണക്കായിട്ടായിരിക്കും. അപ്പൊ ചെറിയ സമചതുര കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കുക, പിന്നെ ഉയർന്ന വെള്ളത്തിന്റെ വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കുക അല്ലെ? വ്യാപ്തം എന്ന് പറയുന്നത് ഏതിന്റെ ഷേപ്പിലായിരിക്കും? അതായത് ആ 16 സെന്റിമീറ്റർ സമചതുരം ഇല്ലേ, അതിന്റെ ആ ഒരു ഷേപ്പിലായിരിക്കുമല്ലോ വെള്ളം ഉയർന്നിട്ടുണ്ടാവുക. അപ്പൊ ആ ചെറിയ പോർഷന്റെ, ആ റെഡ് കളറിൽ മാർക്ക് ചെയ്ത പോർഷന്റെ വ്യാപ്തം, അതായത് പാദപരപ്പളവ് ഇൻറ്റു ഉയരം. പാദം എന്ന് പറയുന്നത് ഏതാണ്? ആ 16 സെന്റിമീറ്റർ സമചതുരമായ അതേ പാദം തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലെ? അതിന്റെ പരപ്പളവ് ഇൻറ്റു ഉയരം. ഉയരം h എന്ന് എടുക്കുക, ഇക്വേറ്റ് ചെയ്യുക. h-ന്റെ വാല്യൂ കിട്ടും. h 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. അതായത് 2 സെന്റിമീറ്റർ ഹൈറ്റിലാണ് വെള്ളം പൊങ്ങിയത്. രണ്ടാമത്തെ ഫാക്ട് നോക്കുക. ഏത് ബഹുഭുജ സ്തംഭത്തിന്റെയും, അതായത് ത്രികോണ സ്തംഭം, ചതുരസ്തംഭം, ഏത് സ്തംഭം ആയിക്കോട്ടെ, അതിന്റെ പാർശ്വപരപ്പളവ് പാദ ചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. പാദ ചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലം. ഈ പാർശ്വപരപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പാദം എന്ന് പറഞ്ഞാൽ ആ പാദമുഖങ്ങൾ അങ്ങ് ഒഴിവാക്കുക. അതായത് ഇപ്പൊ നമുക്ക് ഒരു പേസ്റ്റിന്റെ ഒരു കവർ, ആ കവർ കംപ്ലീറ്റ് തുറന്നാൽ ഈ സെക്കൻഡ് ഷേപ്പ് പോലെയല്ലേ ഉണ്ടാവുക? സെക്കൻഡ് ഷേപ്പ് പോലെയല്ലേ ഉണ്ടാവുക? അതായത് ആ മുകളിൽ ചെറിയൊരു ചതുരം ഉണ്ടാവുമല്ലോ, ആ ചതുരം നമുക്ക് ഒഴിവാക്കാം. ആ ചതുരം ഒഴിവാക്കുക. മുകളിൽ വരുന്ന ആ അടപ്പാ തുറക്കുന്ന ഭാഗമില്ലേ, അത് രണ്ടും കൂടി മുറിച്ച് കളഞ്ഞാൽ, അതായത് ഒരു സമചതുരത്തിന്റെ പോലെയല്ലേ ഉണ്ടാവുക? ഒരു സമചതുരത്തിന്റെ പോലെ ഉണ്ടാവുക. അതാണ് പാർശ്വമുഖം എന്ന് പറയുന്നത്. അപ്പൊ ആ പാർശ്വമുഖത്തിന്റെ പരപ്പളവ്, അതായത് പാദമുഖങ്ങൾ ഒഴിവാക്കുക. പാദമുഖങ്ങൾ ഒഴിവാക്കിയാൽ എപ്പോ എന്തായിരിക്കും? ഒരു ചതുരം പോലെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് പാദ ചുറ്റളവ്. അപ്പൊ പാദ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുക. അതായത് ഇവിടെ a + b + c + d, പാദ ചുറ്റളവിന്റെയും ഉയരം, അതിന്റെ ഉയരത്തിന്റെയും ഗുണനഫലമാണ്. പാദ ചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. പാർശ്വപരപ്പളവ് പാദ ചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. ഇവിടെ വരുമ്പോൾ പാർശ്വപരപ്പളവ് എന്താ വരിക? ആദ്യം പാദ ചുറ്റളവ് അല്ലെ? ഇവിടെ പാദം എന്ന് പറയുന്നത് a + b + c + d, അതാണ് പാദ ചുറ്റളവ്, ഇൻറ്റു അതിന്റെ ഉയരം എന്ന് പറയുന്നത് ഇൻറ്റു h, അതായിരിക്കും പാർശ്വപരപ്പളവ്. മരം കൊണ്ടുണ്ടാക്കിയ ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാർശ്വപരപ്പ് 48 ചതുരശ്ര സെന്റിമീറ്ററും അതിന്റെ ഉയരം 4 സെന്റിമീറ്ററുമാണ്. ഇത്തരം 6 എണ്ണം ചേർത്ത് വെച്ച് ഒരു സമ ഷഡ്ഭുജം ഉണ്ടാക്കി. ഇത് മുഴുവൻ വർണ്ണക്കടലാസ് ഭംഗിയായി ഒട്ടിക്കാൻ എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസാണ്? അതായത് ഈ ഒരു രൂപം, ഈ പിക്ചറിൽ കാണുന്ന രൂപത്തിന് കംപ്ലീറ്റ് വർണ്ണക്കടലാസ് പൊതിയണം. അങ്ങനെയെങ്കിൽ അതിന് എത്ര വർണ്ണക്കടലാസ് വേണം? അപ്പൊ ഏതാണ്? വ്യാപ്താണോ വേണ്ടതല്ല അല്ലെ? ഉള്ളളവല്ല പറയുന്നത്, പുറമേയുള്ള രൂപത്തിന്റെ, അതായത് എല്ലാ ഭാഗത്തിന്റെയും പരപ്പളവ് കണ്ടുപിടിക്കുക. ഈ പുറമേ കാണുന്ന ഭാഗത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. അതായത് പാർശ്വപരപ്പളവ് കണ്ടുപിടിക്കുക, പാദപരപ്പളവ് കണ്ടുപിടിക്കുക. അപ്പൊ പാർശ്വപരപ്പളവ് ഒറ്റന്നേ ഉണ്ടാവുള്ളൂ, പാദപരപ്പളവ് അടിയിലും മുകളിലും ഉണ്ടാവും അല്ലെ? അപ്പൊ രണ്ടും എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? അത്രയും ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സമഭുജ ത്രികോണ സ്തംഭമാണ് തന്നിരിക്കുന്നത് അല്ലെ? സമഭുജ ത്രികോണ സ്തംഭം, ഈ ഒരു രൂപം, ഒറ്റൊരു രൂപം സമഭുജ ത്രികോണ സ്തംഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പാർശ്വപരപ്പളവ് എന്ന് പറയുമ്പോൾ അത് തുറന്നു വെച്ചാൽ എങ്ങനെയാ ഉണ്ടാവുക? അപ്പൊ ഇത് ഏകദേശം ഇതേപോലെ ഉണ്ടാവുക അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിന്റെ പാർശ്വപരപ്പ് എന്ന് പറയുമ്പോൾ ഏത് വേണ്ട? ഈ മുകളിലും താഴെയുള്ള രൂപം വേണ്ട കേട്ടോ. അതായത് ഒരു ചതുരം പോലെ ഉണ്ടാവുക, ഒരു ചതുരം പോലെ. അപ്പൊ ഇതിന്റെ പരപ്പളവ്, ഇത് ടോട്ടൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ പരപ്പളവ് 48 ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ഉയരം 4 പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഉയരം 4 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഈ ലെങ്ത് കണ്ടുപിടിച്ചൂടെ? ഈ ഫുൾ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഫുൾ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ഫുൾ ലെങ്ത് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പൊ ഫുൾ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 4 അതായത് അതിന്റെ നീളം 4 വീതി 4 നീളം നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 48/4 12. അതായത് ഈ ഫുൾ ലെങ്ത് 12 ആണെന്ന് കിട്ടും. ഫുൾ ലെങ്ത് 12. അപ്പൊ ഓരോന്ന് എത്രയായിരിക്കും? എല്ലാം സമഭുജ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. എത്രയാ വരിക? 4 4 4 ആയിരിക്കും അല്ലെ? 4 4 4. അപ്പൊ 4 3 12 എന്ന് കിട്ടി.
ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഇത് കിട്ടി. അതായത് ഈ ഓരോ വശവും 4 നമുക്ക് കിട്ടി. ഓരോ വശവും 4 കൂട്ടി. ഇനി ഇതിന്റെ ഉയരം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഉയരം 4 പറഞ്ഞിട്ടുണ്ട്. ഉയരം 4 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ത്രികോണം ഉണ്ട് അല്ലെ? ഈ ത്രികോണത്തിൻ്റെ എങ്ങനെയാ വരിക? ത്രികോണത്തിൻ്റെത് എല്ലാം 4 ആയിരിക്കും അല്ലെ? 4 4 4. അപ്പൊ എല്ലാ വശങ്ങളും കിട്ടിയല്ലോ. നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം. ഈ പിന്നെ ഷഡ്ഭുജത്തിന്റെ പാദ പരപ്പളവ് കണ്ടുപിടിക്കാം. പാദ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഒന്ന് ത്രികോണമാണ് അല്ലെ? അങ്ങനെ എത്ര ത്രികോണം ഉണ്ട്? 6 ത്രികോണം ഉണ്ട്. അപ്പൊ ഷഡ്ഭുജത്തിന്റെ പാദ പരപ്പളവ് കണ്ടുപിടിക്കാം. പാദ പരപ്പളവ്, ഷഡ്ഭുജത്തിന്റെ പാദ പരപ്പളവ്. പാദം എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് ത്രികോണമാണ് അല്ലെ? അങ്ങനെ എത്ര ത്രികോണം ഉണ്ട്? 6 ത്രികോണം ഉണ്ട്. 6 ഇൻറ്റു √3a²/4 അല്ലെ? ഇവിടെ a എന്ന് പറയുന്നത് വശമാണ്. അപ്പൊ 4²/4 എന്ന് വരും അല്ലെ? അപ്പൊ എത്ര വരിക? 6 4 24 അല്ലെ? 24 √3. അപ്പൊ ഒരു പാതയായിട്ടുള്ളൂ അല്ലെ? അങ്ങനെ എത്ര പാദം ഉണ്ടാവും? അടിയിലും ഉണ്ടാവും അല്ലെ ഒരു പാദ. അപ്പൊ 2 പാദ ചുറ്റളവ്, 2 പാദ പരപ്പളവ്. 2 ഇൻറ്റു പാദ പരപ്പളവ്. 2 ഗുണിക്കണം 24 48. 48 √3 അത്രയും സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ? അപ്പൊ പാത കിട്ടി. 2 പാദത്തിന്റെയും പരപ്പളവ് കിട്ടി. ഇനി ഈ പാർശ്വമുഖങ്ങൾ ഉണ്ടല്ലോ, പാർശ്വമുഖങ്ങളെല്ലാം എന്തായിരിക്കും? സമചതുരാണ് അല്ലെ? സമചതുരാണ്. അപ്പോ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം അല്ലെ? പാർശ്വമുഖത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് പാദ ചുറ്റളവ് ഇൻറ്റു ഉയരാണ്. പാദ ചുറ്റളവ് എന്ന് പറയുമ്പോൾ എത്ര? 4 പ്ലസ് അങ്ങനെ 6 പ്രാവശ്യം 4 കൂട്ടണം അല്ലെ? അതായത് 6 ഗുണിക്കണം 4 ഇൻറ്റു എന്താണ്? പാദ ചുറ്റളവ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റും 4 ആണ് അല്ലെ? 6 4 24 ഇൻറ്റു 4 96 എന്ന് വരും അല്ലെ? 96 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ പാർശ്വ പരപ്പളവും കിട്ടി, പാദ പരപ്പളവും കിട്ടി. അതായത് പാദം മുകളിലും താഴെയുള്ള പാദങ്ങളുണ്ട്. മുകളിലും ഉണ്ട് പാദം, താഴെയുണ്ട്. അപ്പൊ 2 പാദ പരപ്പളവും കിട്ടി, പാർശ്വമുഖത്തിന്റെ പരപ്പളവും കിട്ടി. രണ്ടും കൂടി കൂട്ടുക. അതായത് അതിനെ പറയാം ഉപരിതല പരപ്പളവ് എന്നാ പറയാ കേട്ടോ. ഉപരിതല പരപ്പളവ് സമം 48 √3 പ്ലസ് 96. 48 √3 പ്ലസ് 96. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ എന്ത് വേണം? കടലാസ് വേണ്ടി വരും. അതിന് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 48 √3 പ്ലസ് 96. ഓപ്ഷനിൽ നോക്കുക, √3ന്റെ വാല്യൂ ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗുണിച്ചിട്ട് ആൻസർ എഴുതുക കേട്ടോ. ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ 2 പാദമുഖങ്ങളുടെ പരപ്പളവ് പ്ലസ് പാർശ്വതല പരപ്പളവ്. അപ്പൊ കടലാസ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണ്ടി വരും? 48 √3 പ്ലസ് 96. അത്രയും കടലാസ് വേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 12 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമാണ്. അതിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഉപരിതലം എന്ന് പറയുമ്പോൾ മൊത്തം പരപ്പളവ്, അതായത് താഴെയും മുകളിലും 2 പാദവശങ്ങൾ ഉണ്ടാവും അല്ലെ? അതായത് നമ്മുടെ ഏത് ഓർമ്മിച്ചാൽ മതി? കാലഡോസ്കോപ്പ് ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ ഏത് ഓർമ്മിക്കുക? നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ബോക്സ് ഇല്ലേ? അപ്പൊ മുകളിലും താഴെയും 2 പാദമുഖങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ 2 പാദമുഖങ്ങളുണ്ട്, ആ ചുറ്റിലും വരുന്ന പാർശ്വമുഖങ്ങളുണ്ട്. അപ്പൊ ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ 2 പാദമുഖങ്ങളുടെ പരപ്പളവ് പ്ലസ് പാർശ്വതല പരപ്പളവ്. അപ്പൊ ഇവിടെ എന്താ? സമഭുജ ത്രികോണ സ്തംഭം. അപ്പൊ മുകളിലും താഴെയും ഏതാണ്? സമഭുജ ത്രികോണാണ് അല്ലെ വരുന്നത്? ഇവിടെ അങ്ങനെ ഒരു സമഭുജ ത്രികോണം. ഏകദേശം ഇതേപോലെയാണ് ഷേപ്പ് വരിക അല്ലെ? ഇതേപോലെയാണ് ഷേപ്പ് വരിക. അപ്പൊ ഇതിന്റെ മുകളിലത്തെ ഈ ത്രികോണത്തിന്റെ പരപ്പളവും കണ്ടുപിടിക്കുക, ആദ്യം താഴത്തെ ത്രികോണത്തിന്റെ പരപ്പളവും കണ്ടുപിടിക്കുക. രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് പാദ പരപ്പളവ് കണ്ടുപിടിക്കുക അല്ലെ? പാദം ഇവിടെ ത്രികോണാണ്. അപ്പൊ ത്രികോണത്തിന്റെ ചുറ്റളവാണ് തന്നിരിക്കുന്നത് അല്ലെ? 12. അപ്പൊ 12 എന്ന് പറയുമ്പോൾ ഓരോന്ന് എത്രയായിരിക്കും? 4 4 4 ആയിരിക്കും അല്ലെ? 4 3 12, ഓരോന്നും 4 ആയിരിക്കും. അപ്പൊ പാദ പരപ്പളവ് എന്ന് പറയുമ്പോൾ പാദം ഇവിടെ സമഭുജ ത്രികോണാണ്. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് √3a². a² എന്ന് പറയുമ്പോൾ ഇവിടെ 4 ആണ് അല്ലെ? 4²/4. അപ്പൊ എത്രയാ വരിക? ഒരു 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 4 √3 എന്ന് വരും. ഒരു പാദ പരപ്പളവ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി അത് ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ പാർശ്വതല പരപ്പളവ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ പാർശ്വമുഖങ്ങൾ ഇതേപോലെ ഉണ്ടാവുക. അത് തുറന്നാൽ എങ്ങനെ ഉണ്ടാവുക? ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക അല്ലെ? തുറന്നു വെച്ചാൽ പാർശ്വമുഖങ്ങൾ. അപ്പൊ ഇതിന്റെ ടോട്ടൽ തന്നിട്ടുണ്ട് അല്ലെ? എത്രയും തന്നിട്ടുണ്ട്. അതായത് ഇത് നമ്മുടെ ആ ത്രികോണത്തിന്റെ ചുറ്റളവല്ലേ വരിക, ഇതിന്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എത്രയാണ്? ഉയരം തന്നിട്ടുണ്ട്, 5 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അതായത് ഈ ഉയരം 5 ആണെന്ന് തന്നിട്ടുണ്ട്. ആ 5 ആണ് ഇവിടെ വന്നത് കേട്ടോ. 5. അത് തുറന്നാൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് പാർശ്വപരപ്പളവ് കണ്ടുപിടിക്കാം. പാർശ്വപരപ്പ് എന്നേ പറയില്ല കേട്ടോ. പാർശ്വപരപ്പ് എന്ന് പറയുന്നത് ഈ ചതുരത്തിന്റെ പരപ്പളവ്. അതായത് 5 ഗുണിക്കണം 12. 5 ഗുണിക്കണം 12 എത്രയാണ്? 5 ഗുണിക്കണം 12 60 എന്ന് വരും അല്ലെ? 60. അപ്പൊ നമുക്കിനി ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാം. ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് പാർശ്വപരപ്പളവ് പ്ലസ് ഒരു പാദ പരപ്പളവ്
വീണ്ടും ഒരു പാദവും കൂടി ഉണ്ട് അല്ലെ, പ്ലസ് ഒരു പാദ പരപ്പളവ്. അപ്പൊ എത്രയാ വരിക? 60 പ്ലസ് 4√3 പ്ലസ് 4√3 8√3 8√3. അപ്പൊ √3ന്റെ വാല്യൂ നമുക്കറിയാലോ, 1.73 ഗുണിക്കുക, ഗുണിച്ചാൽ ലാസ്റ്റ് ആൻസർ കിട്ടുക എത്ര കിട്ടുക? 73.84. ചെയ്ത് നോക്കുക കേട്ടോ. 73.84 ഇത്രയും സെന്റിമീറ്റർ സ്ക്വയറിനാ വരിക ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാൻ അറിയില്ല, അതായത് ഇവിടെ പാർശ്വമുഖങ്ങളുണ്ട് അല്ലെ, ആ പാർശ്വമുഖങ്ങളുടെ പരപ്പളവ് കണ്ടു. ഒരു പാർശ്വമുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പാർശ്വമുഖം എപ്പോഴും ഏകദേശം ചതുരത്തിന്റെ മോഡലായിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. പിന്നെ പാദ പരപ്പളവ്, പാദം ഏത് ഷേപ്പാണെന്ന് നോക്കുക. ഇവിടെ സമഭുജ ത്രികോണമാണ്, അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ അറിയാം. അതുപോലെ ചെയ്തു നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാദം മട്ടത്രികോണമായ 2 സ്തംഭങ്ങൾ ചേർത്ത് വെച്ച് ഒരു ചതുരസ്തംഭം ഉണ്ടാക്കി. ഈ ചതുരസ്തംഭത്തിന്റെ ആകെ ഉപരിതല പരപ്പളവ്, അതായത് 2 പാദങ്ങൾ, അതായത് മുകളിൽ ഇതേപോലെ മുകളിൽ ഒരു പാദം ഉണ്ടാവും, താഴെ ഒരു പാദം. അതായത് പാദം ഇപ്പൊ ഏത് ഷേപ്പായി? ചതുരായി അല്ലെ, ചതുരായി. അപ്പൊ ചതുരത്തിന്റെ നീളം എത്രയാണ്? നീളം 12 അല്ലെ, 12. നീളം 12 ആണ്. വീതി എത്രയാണ്? വീതി 5 ആയിട്ട് മാറി അല്ലെ, 5. അങ്ങനെയാണെങ്കിൽ ഉപരിതല പരപ്പളവ് കണ്ടുപിടിച്ചുകൂടെ? ആദ്യം പാദ പരപ്പളവ് കണ്ടുപിടിക്കുക അല്ലെ. പാദം ഏത് ഷേപ്പാണ്? ചതുരാണ് അല്ലെ. പാദം ചതുരാണ്, ചതുരം. പാദം ചതുരാണ്, വീതി 5, നീളം 12. അപ്പൊ പാദപരപ്പളവ് സമം ചതുരത്തിന്റെ പരപ്പളവ്, അതായത് 5 ഗുണിക്കണം 12, 5 ഗുണിക്കണം 12 60 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടി. അതായത് ഒരു പാദം മാത്രമേ ആയിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കുമ്പോൾ 2 പാദം ഉണ്ട്, മുകളിലും താഴെ അല്ലെ. 60 പ്ലസ് 60 എന്ന് എഴുതണം കേട്ടോ. ഇനി നമുക്ക് ഏത് കണ്ടുപിടിക്കണം? പാർശ്വമുഖം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അത് തുറന്നു വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? ഇത് തുറന്നു വെച്ചാൽ ഇതേപോലെ ഉണ്ടാവുക അല്ലെ. അതായത് നമ്മുടെ ഒരു തീപ്പെട്ടിന്റെ ബോക്സ് ഇല്ലേ, അല്ലെങ്കിൽ പിന്നെ പേസ്റ്റിന്റെ ബോക്സ് ആയാലും മതി. അത് തുറന്നു വെച്ചാൽ ഏകദേശം ഇതേപോലെയല്ലേ ഉണ്ടാവുക. 12 തുറന്നു വെച്ച് നോക്കുക, നിങ്ങൾ മനസ്സിൽ കണക്കാക്കുക. ഇതേപോലെ ഒരു ബോക്സ്, ഒരു ബോക്സിന് അതിന്റെ മുകളിലത്തെ അടിയിലത്തെ ആ ഭാഗം മാറ്റിയിട്ട് കംപ്ലീറ്റ് തുറന്നാൽ ഏകദേശം വലിയൊരു ചതുരല്ലേ കിട്ടുക. അപ്പൊ നമുക്ക് ആ ചതുരത്തിന്റെ പരപ്പളവിനെ കണ്ടുപിടിച്ചുകൂടെ? ആ ചതുരത്തിന്റെ പരപ്പളവാണ് ഇവിടെ പാർശ്വപരപ്പായിട്ട് വരിക കേട്ടോ. പാർശ്വതല പരപ്പളവ്. പാർശ്വപരപ്പ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ടെക്സ്റ്റിൽ കേട്ടോ. പരപ്പളവിന് പകരം പാർശ്വപരപ്പ് എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഈ ചതുരത്തിന്റെ പരപ്പളവ്, ഈ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ നീളം ഗുണിക്കണം വീതിയാണ് അല്ലെ. അപ്പൊ ഇവിടെ നീളം എന്ന് പറയുന്നത് എത്രയാ വരിക? 12 പ്ലസ് 5 പ്ലസ് 12 പ്ലസ് 5 എന്ന് വരും അല്ലെ. അപ്പൊ അത് എത്രയാ വരിക? 12 പ്ലസ് 5 17, 17 പ്ലസ് 17 34 എന്ന് വരും അല്ലെ. 34 × 15, 34 × 15 510 എന്ന് വരും. 510 സെന്റിമീറ്റർ സ്ക്വയർ പാർശ്വപരപ്പും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഉപരിതല പരപ്പളവ് കണ്ടുപിടിച്ചൂടെ? ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ പാർശ്വപരപ്പളവ് 510 പ്ലസ് പാദ പരപ്പളവ്. പാദം എത്ര പാദമുണ്ട്? മുകളിലും താഴെയുണ്ട് അല്ലെ. മുകളിലും താഴെയുണ്ട്. മുകളിലുള്ളതിൻ്റെത് 60, താഴെയുള്ളതിൻ്റെതും 60 സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ 510 പ്ലസ് 60 പ്ലസ് 60 എത്ര വരും? 630 എന്ന് വരും. 630 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് ഉപരിതല പരപ്പളവ് വരിക, 630 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് വൃത്തസ്തംഭമാണ് അല്ലെ. വൃത്തസ്തംഭം അതായത് നമ്മുടെ പൈപ്പ്, തൂണ് അല്ലെ, അതുപോലെയുള്ള സംഭവങ്ങളാണ് വൃത്തസ്തംഭത്തിന് ഉദാഹരണങ്ങൾ. അപ്പൊ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് പറഞ്ഞിരിക്കുന്നത്. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം പാദപരപ്പിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. വ്യാപ്തമാണ് നമുക്ക് വേണ്ടത് അല്ലെ. വ്യാപ്തം, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വ്യാപ്തം അതായത് വെള്ളം അല്ലെങ്കിൽ അതിൽ എത്ര നിറക്കാൻ പറ്റും, പിന്നെ ചെറിയൊരു വൃത്തസ്തൂപിക എത്ര എണ്ണം കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും, അത് ഉരുക്കി വേറൊരു വൃത്തസ്തൂപിക ഉണ്ടാക്കുക, അതൊക്കെ ഈ വ്യാപ്തമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് കേട്ടോ. വ്യാപ്തം. അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വ്യാപ്തം, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം. പാദപരപ്പളവ്, പാദം എന്താണ്? രണ്ടും വൃത്താണ് അല്ലെ. വൃത്താണ് പാദമായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ പരപ്പളവ്, വൃത്തത്തിന്റെ പരപ്പളവ് എന്നാണ് റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ പരപ്പളവ് πr² ആണ് അല്ലെ. πr². ഉയരം നമ്മൾ എന്തായിട്ട് എടുക്കുക? ഹൈറ്റ് h അല്ലെ. ഉയരം h. അപ്പൊ വ്യാപ്തം πr²h. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം πr²h. ബൈഹാർട്ട് ചെയ്ത് വെക്കുക. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം πr²h. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം πr²h. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം πr²h. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ വ്യാപ്തം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? പാദപരപ്പളവ്, പാദം ഇവിടെ വൃത്തമാണ്, വൃത്തത്തിന്റെ പരപ്പളവ് πr², ഉയരം h. അപ്പൊ വ്യാപ്തം എന്ന് പറയുന്നത് πr² × h. സമചതുര സ്തംഭാകൃതിയിലുള്ള ഒരു തടി കഷ്ണത്തിന്റെ പാദത്തിന്റെ വശങ്ങളെല്ലാം 10 സെന്റിമീറ്റർ നീളമുണ്ട്. അപ്പൊ എല്ലാം 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാദം സമചതുരാണ്, സമചതുരത്തിന്റെ വശം 10 സെന്റിമീറ്റർ, എല്ലാം 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തംഭത്തിന് 20 സെന്റിമീറ്റർ ഉയരമുണ്ട്. ഉയരം എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. തൊട്ട് മുന്നേ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു πr²h ആണ്. അപ്പൊ നമുക്ക് ഇവിടെ r ഉം കിട്ടണം h ഉം കിട്ടണം. h ഓൾറെഡി അറിയാം 20 ആണ് അല്ലെ. അതെ,
അതായത് ആ സമചതുര സ്തംഭത്തിന്റെ അതേ ഉയരമാണ് വൃത്തസ്തംഭത്തിനും വരിക അല്ലെ. ഏറ്റവും വലിയ വൃത്തസ്തംഭമാണ്. അപ്പൊ 20 തന്നെയായിരിക്കും, സെയിം ഹൈറ്റ് തന്നെയായിരിക്കും 20. എച്ച് കിട്ടി, 20 ആണെന്ന് കിട്ടി, എച്ച് 20 എന്ന് കിട്ടി. നമുക്ക് ഇനി എന്ത് കിട്ടണം? റേഡിയസ് കിട്ടണം അല്ലെ. ആർ എത്രയാന്ന് കണ്ടുപിടിക്കണം. ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ഈ വൃത്തസ്തംഭത്തിന്റെ ഈ പിക്ചറിൽ നോക്കുക, ഈ വരച്ചിരിക്കുന്ന എന്താണ്? വൃത്തസ്തംഭത്തിന്റെ വ്യാസം അല്ലേ, വ്യാസം ഏതിന് തുല്യമാണ്? സമചതുര സ്തംഭത്തിന്റെ പാദത്തിന്റെ വശത്തിന് തുല്യമല്ലേ. പാദത്തിന്റെ വശം എത്രയാണ്? 10 ആണ്. അപ്പൊ വ്യാസം 10 ആണ്. അങ്ങനെയാണെങ്കിൽ ആരം എത്രയായിരിക്കും? ആരം 10ന്റെ പകുതി 5, ആരം 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ വ്യാപ്തം കണ്ടുപിടിച്ചൂടെ? വ്യാപ്തം പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 5. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 20. പൈ ഇൻറ്റു 5 സ്ക്വയർ, 5 5 25 ആണ്. 25 ഇൻറ്റു 20, 25 ഇൻറ്റു 20 500 എന്ന് വരും അല്ലെ. 500 പൈ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ്, 500 പൈ ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും ആ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം. അത് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം 500 പൈ ക്യൂബിക് സെന്റിമീറ്റർ, 500 പൈ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തസ്തംഭത്തിന്റെ പാദത്തിന്റെ ആരം 15 സെന്റിമീറ്ററും ഉയരം 20 സെന്റിമീറ്ററുമാണ്. അപ്പോൾ ഒരു വൃത്തസ്തംഭം തന്നിട്ടുണ്ട്, ഒരു വൃത്തസ്തംഭം. ഈ വൃത്തസ്തംഭത്തിന്റെ പാദത്തിന്റെ ആരം തന്നിട്ടുണ്ട് അല്ലെ. പാദത്തിന്റെ ആരം 15 സെന്റിമീറ്ററും ഉയരം 32 സെന്റിമീറ്ററുമാണ്. ഇതുരുക്കി പാദത്തിന്റെ, ഉരുക്കുക എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും? വ്യാപ്തമായിരിക്കും കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഉരുക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും വ്യാപ്തമായിരിക്കും. ഇതുരുക്കി പാദത്തിന്റെ ആരം 20 സെന്റിമീറ്റർ ആയ വൃത്തസ്തംഭം. അപ്പൊ വേറൊരു വൃത്തസ്തംഭം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടി വലിയ ഒരു വൃത്തസ്തംഭം ഉണ്ടാക്കി. അതായത് ഈ വൃത്തസ്തംഭം ഉരുക്കിയിട്ട് പാദത്തിന്റെ ആരം 20 സെന്റിമീറ്റർ, പാദത്തിന്റെ ആരം 20 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു വൃത്തസ്തംഭം ഉണ്ടാക്കി. ഈ സ്തംഭത്തിന്റെ ഉയരം എത്രയാണ്? ഉയരാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ രണ്ട് സ്തംഭത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും? വ്യാപ്തം തുല്യമായിരിക്കും അല്ലെ. വ്യാപ്തം ഒന്ന് ഉരുക്കിയിട്ടല്ലേ മറ്റേത് ഉണ്ടാക്കിയത്. അപ്പൊ വ്യാപ്തത്തിന് ചേഞ്ച് ഉണ്ടാവില്ല, ബാക്കി വാല്യൂസിനാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ വ്യാപ്തം കണ്ടുപിടിക്കുക. അപ്പൊ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം ഇക്വേഷൻ അറിയാം നമുക്ക് അല്ലെ. വ്യാപ്തം വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കേട്ടോ. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം പൈ ആർ സ്ക്വയർ എച്ച്. അതായത് ഇവിടെ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 റേഡിയസ് ആണ്. 15 സ്ക്വയർ ഇൻറ്റു എച്ച് 32. ഇനി സെക്കൻഡ് വണ്ണിന്റെ വ്യാപ്തവും നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. സെക്കൻഡ് വണ്ണിന്റെ വ്യാപ്തം എത്രയാ വരിക? ഇത് ഫസ്റ്റ് വണ്ണിന്റെ വ്യാപ്തം. ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാറിക്കൊണ്ട. ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. സെക്കൻഡ് വണ്ണിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്, സെക്കൻഡ് വണ്ണിന്റെ വ്യാപ്തം പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് എത്രയാണ്? 20 ആണ് അല്ലെ. അതായത് 20 സ്ക്വയർ ഇൻറ്റു എച്ച്. അതായത് ഈ രണ്ട് വ്യാപ്തങ്ങളും തുല്യമായിരിക്കും അല്ലെ. ഒന്ന് ഉരുക്കിയിട്ടാണ് മറ്റേത് ഉണ്ടാക്കിയത്. അപ്പൊ രണ്ട് വ്യാപ്തങ്ങളും തുല്യമായിരിക്കും. അപ്പൊ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അതായത് പൈ ഇൻറ്റു 15 സ്ക്വയർ ഇൻറ്റു 32 സമം പൈ ഇൻറ്റു 20 സ്ക്വയർ ഇൻറ്റു എച്ച്. അതായത് ഇവിടെ പൈയും ക്യാൻസൽ ചെയ്ത് പോയി. എച്ച് ഈക്വൽ ടു എന്ത് വരും? 15 സ്ക്വയറിന് 15 ഇൻറ്റു 15 ഇൻറ്റു 32 ബൈ 20 ഇൻറ്റു 20. എത്ര വരും? 3 5 15, 4 5 20. ഇവിടെ 3 5 15, 4 5 20. ഇനി ഇവിടെ 4 8 4 32 ആണ് അല്ലെ. വീണ്ടും 4 2 വരും. അതായത് 3 3 9, 9 2 18 സെന്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് എത്രയായിരിക്കും? 18 സെന്റിമീറ്റർ. ഉയരം എത്രയായിരിക്കും? ഉയരം 18 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടിന്റെയും വ്യാപ്തം തുല്യമായിരിക്കും. വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എഴുതുക, തന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, രണ്ടിന്റെയും വ്യാപ്തം ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എച്ചിന്റെ വാല്യൂ 18 സെന്റിമീറ്റർ എന്ന് വരും. ഒരേ ഉയരമുള്ള രണ്ട് വൃത്തസ്തംഭങ്ങളുടെ പാദത്തിന്റെ ആരം 3:4 എന്ന അംശബന്ധത്തിലാണ്. ഇവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം. അപ്പൊ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശം ഒരേ ഉയരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഉയരം. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? വ്യാപ്തം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ ഇക്വേഷൻ? വ്യാപ്തം സമം പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലെ വ്യാപ്തം. അപ്പൊ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റിന്റെ വ്യാപ്തം ബൈ സെക്കൻഡിന്റെ വ്യാപ്തം അല്ലെ. ഫസ്റ്റിന്റെ വ്യാപ്തം അംശബന്ധം കാണും. എപ്പോ ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ, റേഷ്യോ എടുക്കുക. ഫസ്റ്റിന്റെ വ്യാപ്തം ബൈ സെക്കൻഡിന്റെ വ്യാപ്തം. ഫസ്റ്റിന്റെ വ്യാപ്തം പൈ ഇൻറ്റു ആർ എത്രയായിട്ട് എടുക്കുക? ഈ റേഷ്യോ അല്ലേ, 3 തന്നെ എടുക്കുക കേട്ടോ. 3 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് സെയിം ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എച്ച് ആയിട്ട് തന്നെ എടുക്കാം. അടുത്തത് പൈ ഇൻറ്റു അടുത്തതിന്റെ ആർ 4 ആണ് അല്ലെ. 4 സ്ക്വയർ ഇൻറ്റു എച്ച്. സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഇവിടെ 3 സ്ക്വയർ ബൈ 4 സ്ക്വയർ. 3 സ്ക്വയർ ബൈ 4 സ്ക്വയർ. 3 എന്ന് പറയുന്നത് 9 ആണ് അല്ലെ. അതായത് 9:16 ആയിരിക്കും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം. വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 9:16. ഇവിടെ 3 x എന്നൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതേപോലെ 3 തന്നെ എടുത്തിട്ട് ചെയ്താൽ മതി. റേഷ്യോ നമ്മൾ ഡിവിഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകും. അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ആർ സ്ക്വയർ അല്ലേ ഇവിടെ. അപ്പൊ ഇവിടെ പാദത്തിന്റെ ആരം, അതായത് എച്ച് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എച്ച് ക്യാൻസൽ ചെയ്തു. മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. 6 സ്ക്വയർ ആണ്. അപ്പൊ രണ്ട് ആരങ്ങൾ സ്ക്വയർ ചെയ്യുക. 3 സ്ക്വയർ 4 സ്ക്വയർ ആയിരിക്കും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം. രണ്ട് വൃത്തസ്തംഭത്തിന്റെ പാദത്തിന്റെ ആരം R1. രണ്ട് വൃത്തസ്തംഭത്തിനെയും തന്നിട്ടുണ്ട് അല്ലെ. R1 2, R2 3 എന്ന അംശബന്ധത്തിലാണ് ഉയരം H1 5, H2 4.
എന്ന അംശബന്ധത്തിലാണ്. ഇവയുടെ വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം എന്താണ്? വ്യാപ്തം അതായത് ഫസ്റ്റിന്റെ വ്യാപ്തം ബൈ സെക്കൻഡിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. ഫസ്റ്റിന്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? പൈ R1 സ്ക്വയർ H1. ഫസ്റ്റിന്റെ വ്യാപ്തം അല്ലേ പൈ R1 സ്ക്വയർ H1 ബൈ സെക്കൻഡിന്റെ വ്യാപ്തം പൈ R2 സ്ക്വയർ H2. അപ്പൊ ഇവിടെ R1 ഉം R2 ഒക്കെ നമുക്ക് അറിയാം അല്ലെ. അതായത് പൈ ഇൻറ്റു R1 എന്ന് പറയുമ്പോൾ 2 ആണ് അല്ലെ. 2 സ്ക്വയർ ഇൻറ്റു H എന്ന് പറയുന്നത് എത്രയാണ്? 5 ബൈ പൈ ഇൻറ്റു R2 സ്ക്വയർ. R2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 അല്ലെ. 3 സ്ക്വയർ ഇൻറ്റു H2 4. ഇനി ഇവിടെ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. പൈയും ക്യാൻസൽ ചെയ്തോ 2 സ്ക്വയർ 4 ആണ്, ഇവിടുത്തെ 4. അതായത് 5 ബൈ 3 സ്ക്വയർ. 5 ബൈ 3 സ്ക്വയർ എന്ന് പറയുന്നത് 5 ബൈ 9. അപ്പോൾ അംശബന്ധം എത്രയാണ്? അംശബന്ധം 5:9 ആയിരിക്കും. അതായത് രണ്ട് വൃത്തസ്തംഭങ്ങളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:9. ഇനി അടുത്ത സെക്കൻഡ് വൺ എന്താണ്? ഫസ്റ്റ് വൺ കിട്ടി അല്ലെ. ഫസ്റ്റ് വൺ അംശബന്ധം എത്രയാണെന്ന് കിട്ടി? അംശബന്ധം 5:9 എന്ന് കിട്ടി. അടുത്തത് ആദ്യത്തെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം 720 ഘന സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? V1 ബൈ V2 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. 5/9. ഇതിൽ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം 720 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേന്റെ വ്യാപ്തം V2 കണ്ടുപിടിക്കുക. അപ്പൊ ഒന്ന് ക്രോസ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ക്രോസ് ആയിട്ട് ചെയ്താൽ മതി. അതിപ്പോ ഇവിടുന്ന് V2 സമം 720 ഗുണിക്കണം 9 ബൈ 5. 720 ഗുണിക്കണം 9 ബൈ 5. 5 സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. 1×5 4×5 20 4×5 144 ഗുണിക്കണം 9. 144 ഗുണിക്കണം 9 എത്രയാ വരിക? 1296. 1296 സെന്റിമീറ്റർ ക്യൂബ്. അതായത് രണ്ടാമത്തേതിന്റെ വ്യാപ്തം 1296 സെന്റിമീറ്റർ ക്യൂബ്. ഇതൊക്കെ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ക്ലിയർ അല്ലേ രണ്ട് ക്വസ്റ്റ്യനും? അടുത്തത് നോക്കാം. വക്രതലം. വക്രതലം എന്ന് പറഞ്ഞാൽ എന്താണ്? വക്രതലം തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു വൃത്തസ്തംഭത്തെ തുറന്നു വെച്ചാൽ എങ്ങനെയാ ഉണ്ടാവുക? ഇതേപോലെ ഉണ്ടാവുക അല്ലെ. ഒരു ചതുരം ഉണ്ടാകും, അതിന്റെ മുകളിൽ ഒരു വൃത്തം ഉണ്ടാകും, അതിന്റെ മുകളിൽ ഒരു വൃത്തം ഉണ്ടാകും. അതായത് ഒരു പൈപ്പിനെ നിങ്ങൾ മുറിച്ചാൽ ആ മുറിച്ച് നിവർത്തിയാൽ എങ്ങനെ ഉണ്ടാവുക? ഒരു ചതുരല്ലേ ഉണ്ടാവുക. പൈപ്പാകുമ്പോൾ മുകളിലും താഴെയുള്ള വൃത്തം ഉണ്ടാവില്ല അല്ലെ. അതായത് ആ പൈപ്പ് തന്നെ എടുത്താൽ മതി. ആ പൈപ്പിനെ തുറന്നു വെച്ചാൽ എന്തായിട്ടുണ്ടാവുക? ഒരു ചതുരം പോലെ ഉണ്ടാവുക. ആ ചതുരാണ് വക്രതലം എന്ന് പറയുന്നത്. ആ ചതുരാണ് കണ്ടോ ഇവിടെ കണ്ടോ? തേർഡ് പിക്ചർ കണ്ടോ? അതിനെ മുറിച്ചാൽ എന്താ ഉണ്ടാവുക? ഒരു ചതുരം. ആ ചതുരാണ് വക്രതലം. അപ്പോൾ വൃത്തസ്തംഭത്തിന്റെ വക്രതല പരപ്പളവ് പാദ ചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. അപ്പൊ വക്ര പരപ്പളവ് കണ്ടുപിടിക്കുക അല്ലെ. വക്രതല പരപ്പ് അല്ലെ, പരപ്പ് അല്ലെങ്കിൽ പരപ്പളവ്. വക്രതല പരപ്പളവ് സമം എങ്ങനെ കണ്ടുപിടിക്കുക? പാദ ചുറ്റളവ്. പാദ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലേ. വൃത്തത്തിന്റെ ചുറ്റളവ് എന്താണ്? 2πr അല്ലെ. 2πr. വൃത്തത്തിന്റെ ചുറ്റളവ് 2πr. പാദ ചുറ്റളവിന്റെയും ഉയരം h. പാദ ചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. അതായത് വക്രതല പരപ്പളവ് 2πrh. വക്രതല പരപ്പളവ് 2πrh. വൃത്തസ്തംഭത്തിന്റെ വക്രതല പരപ്പളവ് 2πrh. 2πrh. വക്രതല പരപ്പളവ് ഏതിന്റെയാണ്? വൃത്തസ്തംഭത്തിന്റെ ആട്ടോ. വൃത്തസ്തംഭത്തിന്റെ വക്രതല പരപ്പളവ് 2πrh. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കിണറിന്റെ അകത്തെ വ്യാസം 2.5. അപ്പൊ കിണറിന്റെ അകത്തെ വ്യാസം എത്രയാണ്? 2.5 മീറ്ററും ആഴം എന്ന് പറയുമ്പോൾ ഹൈറ്റ് അല്ലെ 8 മീറ്ററുമാണ്. ഇതിന്റെ ഉൾഭാഗം സിമന്റ് തേക്കുന്നതിന് ചതുരശ്ര മീറ്ററിന് 350 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകും? ഉൾഭാഗം മാത്രമേ തേക്കണ്ടൂ. അപ്പോൾ അതിന്റെ ഉൾഭാഗം മാത്രമേ വേണ്ടൂ. അതിൽ എത്ര വെള്ളം നിറച്ചാൽ അതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണ്ട അല്ലെ. അപ്പൊ ഫുള്ള് ഭാഗവും വേണ്ട, അതിന്റെ ഉൾഭാഗം മാത്രം. ഫുള്ള് നിറക്കുക എന്ന് പറയുമ്പോഴേ വ്യാപ്താകുള്ളൂ. ഇതിന്റെ ആ പുറം ഭാഗം മാത്രം അല്ലെ, ഉള്ളിലുള്ള ആ ഭാഗം മാത്രമാണ് സിമന്റ് തേക്കേണ്ടത്. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? വക്രതല പരപ്പളവായിരിക്കും. അപ്പൊ ഫസ്റ്റ് നമുക്ക് വക്രതല പരപ്പളവ് കണ്ടുപിടിക്കാം. വക്രതല പരപ്പളവിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ. 2πrh ആണ്. അപ്പൊ ഇവിടെ 2 × π × r എന്ന് പറയുന്ന റേഡിയസ് ആണ് അല്ലെ. ഇവിടെ വ്യാസമാണ് 2.5. അപ്പൊ വ്യാസത്തിന്റെ പകുതിയാണ് റേഡിയസ്. അപ്പൊ 2.5/2 × h 8 ആണ്. രണ്ടും രണ്ടും ക്യാൻസൽ ചെയ്യാം. പൈ ഇൻറ്റു 2.5 × 8 2.5 × 8 20 ആണ്. അതായത് 20 പൈ എന്ന് വരും. 20 പൈ. അപ്പൊ ഇവിടെ നമുക്ക് ചതുരശ്ര മീറ്ററിന് 350 രൂപ നിരക്കിൽ എത്ര രൂപയാണ് ചെലവാകുന്നത്? അപ്പൊ ഈ പൈ നമുക്ക് വാല്യൂ രൂപയിൽ പറയുമ്പോഴപ്പോൾ ഒരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ പൈനെ ചേഞ്ച് ചെയ്യുക. അതായത് 20 ഗുണിക്കണം 3.14 20 ഗുണിക്കണം 3.14 ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 62.80 62.80 ഇത്രയും മീറ്റർ സ്ക്വയർ ചതുരശ്ര മീറ്റർ കിട്ടി. അപ്പൊ വക്രതല പരപ്പളവ് ചതുരശ്ര മീറ്ററിൽ കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. ചതുരശ്ര മീറ്ററിന് 350 രൂപ. അപ്പോൾ നമുക്ക് പരപ്പളവ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ അതിന്റെ പൈസ അതായത് രൂപ കണ്ടുപിടിക്കണം. ചെലവായ തുക കണ്ടുപിടിക്കണം. ചെലവായ തുക സമം
62.80 ഗുണിക്കണം 350. 62.80 ഗുണിക്കണം 350. അപ്പോൾ ഗുണിച്ചാൽ നമുക്ക് കിട്ടുക 21,980 രൂപയാണ്. 21,980 രൂപയാണ് ഗുണിച്ചാൽ കിട്ടുക. ഗുണിച്ച് നോക്കുക, 21,980 രൂപ. അപ്പോൾ അതിന്റെ ഉൾഭാഗം സിമന്റ് തേക്കുന്നതിന് എത്ര രൂപ ചിലവാകും? 21,980 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.20 മീറ്റർ നീളമുള്ള ഒരു റോളറിന്റെ വ്യാസം 80 മീറ്റർ ആണ്, 80 സെന്റിമീറ്റർ ആണ്. ഇതൊരു പ്രാവശ്യം കറക്കുമ്പോൾ നിരപ്പായ സ്ഥലത്തിന്റെ പരപ്പളവ്, അതായത് ഒരു റോളർ അല്ലെ, നമുക്കറിയാമല്ലോ റോളർ എന്താണെന്ന് നമുക്കറിയാം. റോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡൊക്കെ ടാർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പൊ അത് ഒരു നിരപ്പായ സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ അത് എന്തായിട്ടാ വരിക? ഒരു പ്രാവശ്യം കറക്കുക എന്ന് പറയുമ്പോൾ ആ കറക്കുന്ന സ്ഥലത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു ചതുരായിരിക്കും അല്ലെ, ഒരു ചതുരായിരിക്കും. അപ്പൊ ഈ ചതുരത്തിന്റെ എന്താണ്? പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പരപ്പളവ്, ഇതിന്റെ നീളം എന്തായിരിക്കും? നീളം എന്ന് പറയുന്നത് വൃത്തത്തിന്റെ എന്താണ്? വൃത്തത്തിന്റെ ചുറ്റളവാണ് വരിക അല്ലെ. വൃത്തത്തിന്റെ ചുറ്റളവ്. വീതി, നമുക്ക് വീതി എന്ന് പറയുന്ന ആ റോളറിന്റെ ലെങ്ത് ആയിരിക്കും. റോളറിന്റെ ലെങ്ത് എത്രയാണ്? 1.20 മീറ്റർ ആണ്. 1.20 മീറ്റർ. ഇതിന്റെ വ്യാസം തന്നിട്ടുണ്ട് അല്ലെ. വ്യാസം 80 സെന്റിമീറ്റർ ആണ്. അപ്പൊ പരപ്പളവ് എന്ന് പറയുമ്പോൾ വക്രതല പരപ്പളവ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇവിടെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് ആ ചതുരത്തിന്റെ അതേ പരപ്പളവ് തന്നെയാണ് വരിക. എങ്ങനെ കണ്ടുപിടിച്ചാലും സെയിം ആയിട്ട് വരും കേട്ടോ. വക്രതല പരപ്പളവ് സമം എന്താണ്? 2πr(h) ആണ് അല്ലെ. 2πr(h). ഈ 2πr ആണ് ഇതിന്റെ നീളായിട്ട് വരിക. 2πr ആണ് നീളായിട്ട് വരിക. പിന്നെ h എന്ന് പറയുന്നത് 1.20 മീറ്റർ. അപ്പൊ ഇവിടെ 2πr കണ്ടുപിടിക്കണം. 2π ഇൻറ്റു റേഡിയസ്. r എത്രയാണ്? വ്യാസം 80 തന്നിട്ടുണ്ട്. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? അതിന്റെ പകുതി അല്ലെ, അതായത് 40 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ r 40 സെന്റിമീറ്റർ. ഇനി h എത്രയാണ് തന്നിരിക്കുന്നത്? h 1.20 മീറ്റർ ആണ്. അപ്പൊ 1 സെന്റിമീറ്ററും 1 മീറ്റർ. അപ്പൊ മീറ്ററിനെ നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാം? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഏത് കൊണ്ട് ഗുണിച്ചാൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ 1.20 മീറ്റർ എന്ന് പറയുന്നത് 120 സെന്റിമീറ്റർ എന്ന് കിട്ടും. 120 സെന്റിമീറ്റർ. അപ്പൊ h കിട്ടിയല്ലോ. h 40 ഗുണിക്കണം 120. അപ്പൊ ഗുണിച്ചാൽ എത്രയാ കിട്ടുക? 2 ഗുണിക്കണം π ഗുണിക്കണം 40 ഗുണിക്കണം 120, 9600 π എന്ന് വരും. 9600 π. 9600 π. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കാം. പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക പൈന്റെ വാല്യൂ 3.14 ആണ്. അപ്പോൾ കിട്ടുക 30,144. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 30,144 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരിക. 30,144 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 10,000 കൊണ്ട് ഹരിച്ചാൽ മതി. 10,000 കൊണ്ട് ഹരിക്കുക. 10,000 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക 3.0144 ഇത്രയും മീറ്റർ സ്ക്വയർ വരും കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രപരപ്പും പാദപരപ്പും തുല്യമാണ്. പാദത്തിന്റെ ആരവും വൃത്തസ്തംഭത്തിന്റെ ഉയരവും തമ്മിലുള്ള ബന്ധം എന്താണ്? വൃത്തസ്തംഭമാണ് അല്ലെ. വൃത്തസ്തംഭമാണ്. അപ്പൊ പാദപരപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ആ വൃത്തത്തിന്, വൃത്തല്ലേ, പാദം എന്ന് പറയുന്നത് വൃത്താണ്. വൃത്തത്തിന്റെ പരപ്പളവ് πr² ആണ് അല്ലെ. അതും ഏതും തുല്യമാണ്? വക്രപരപ്പ്. വക്രപരപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ചതുരാണ് അല്ലെ. വക്രപരപ്പ് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമുക്കുണ്ട്. 2πrh ആണ്. അപ്പൊ പാദപരപ്പും വക്രപരപ്പും തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. പൈയും ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു r ഉണ്ട്, r², r × r അല്ലേ. അപ്പൊ അതിൽ നിന്ന് ഒരു r ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ r = 2h എന്ന്. അതായത് ഇവിടെ r/h സമം 2. 2നെ നമുക്ക് 2/1 എഴുതാലോ. അതായത് r/h സമം 2:1. 2:1 ആയിരിക്കും. അപ്പോൾ അംശബന്ധം എന്താണ്? തമ്മിലുള്ള ബന്ധം എന്താണ്? r/h സമം 2:1. r/h സമം 2:1. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. ഇനി നമുക്ക് PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.